ഹലോ ഗൈസ്, എല്ലാവർക്കും ഇൻഫോ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ പരിസ്ഥിതി ദിന ക്വിസിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയുകയാണ്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ ഒത്തിരി ക്യാഷ് പ്രൈസോട് കൂടിയ ക്വിസ് കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതായി? ഉത്തരം മേധാ പട്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതായി? ഉത്തരം എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതായി? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഏഴിമല. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം മണ്ണുത്തി, തൃശൂർ. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ജോൺ സി ജേക്കബ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം ഇടുക്കി. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം റേച്ചൽ കെർസൺ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം? ഉത്തരം പൂക്കോട് തടാകം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? ഉത്തരം മെയ് 2. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശം? ഉത്തരം മംഗളവനം. ലോക ഭൗമദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 22. കേരളത്തിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഇന്ദുചൂടൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് അറിയപ്പെടുന്നതാര്? ഉത്തരം റേച്ചൽ കാഴ്സൺ. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല? ഉത്തരം ആലപ്പുഴ.